വിറ്റുള്ള കുട്ടി എനിക്ക് അടിച്ച് അവന്റെ മുഖം ശരിയാക്കണം എന്റെ ആഗ്രഹം. അത് ഫിസിക്കൽ റിസൾട്ട് ആണ്. ജിൻഡോയും ജാസ്മിനും ജയിലിൽ കിടന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു വോയിസ് റെക്കോർഡാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതൊന്ന് കണ്ടു നോക്കണം നിങ്ങൾ ആദ്യം തന്നെ. നമ്മുടെ ജാൻമണി ചേച്ചിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പുറത്തകത്ത് ബിഗ് ബോസ് കാണിക്കുന്നതിൻ്റെ അപ്പുറമാണെന്ന് തോന്നുന്നു ചേച്ചി പുറത്ത്. എന്തായാലും അതിൻ്റെ ഒന്ന് ഞാനിത് വെച്ച് തരാൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചേക്കും, ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് ഇപ്പാണ് ഞാൻ കണ്ടേ. ഇവള് എന്റെ കടയ്ക്ക് വിറ്റുള്ള കുട്ടി എനിക്ക് അടിച്ച് അവന്റെ മുഖം ശരിയാക്കണം എന്റെ ആഗ്രഹം. അത് ഫിസിക്കൽ റിസൾട്ട് ആണ്. ഒരാൾക്ക് അങ്ങനെ എത്ര വലിയ അടിച്ചിട്ട് അത് ഫിസിക്കൽ റിസൾട്ട് ആണ്, ഉറപ്പാണ്. അത് ഇങ്ങനെ ഇത് റിയാക്ഷൻ ബിഗ് ബോസ് എടുക്കില്ലെങ്കിൽ അതൊരു മോശമായി പോകും. അത് നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കാം നിങ്ങൾക്ക്. നിങ്ങൾ പോസ്റ്റ് ആക്കും. നാളെ മോർണിംഗ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തുകൊള്ളാം കേട്ടോ. അതപ്പോൾ നിങ്ങളെ പോസ്റ്റ് ആക്ക്. കാരണം ജിറ്റി സിറ്റർക്ക് ഒരു പെന്ന അങ്ങനെ ഒരു ആനക്ക് ഇങ്ങനെ അടിക്കണ അത് ശരിയില്ല. ഡോ പറഞ്ഞത് അവ പട്ടിയാ. അവള് ഈ സ്വഭാവം കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത, ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത പെണ്ണാണ് അവള്. അത് ജസ്മിൻ അവര് വീടായി പോയി. എന്റെ പേരൊക്കെ പോട്ടൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ പ്ലാനിങ് ചെയ്ത് അതാ പ്ലാനിങ്ങിന്റെ വിചാരിച്ചിട്ടാണ് എനിക്കും സിബിനൊക്കെ പോട്ടൊക്കെ ആക്കി ആ വീട്ടിലെ റൂമില്. എനിക്ക് വീട്ടിലെ പോട്ടൊക്കെ ആക്കി, റൂമിലെ പോട്ടൊക്കെ സിബിനൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാർ തകർന്നു പോയി. പൂജ ആണെങ്കിൽ ഭയങ്കര മോശം പരിപാടി. കണ്ടല്ലോ, അവർ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. ജിൻഡോ ചേട്ടനെ അടിച്ചാൽ പിന്നെ ചേച്ചി പിന്നെ വെറുതെ ഇരിക്കുവോ? അങ്ങനെ ഗബ്രയും ഇവരെയൊക്കെ പുറത്താക്കാൻ അവർ ഓൾറെഡി അതിനകത്ത് കുറെ പ്ലാനിങ് ഒക്കെ ചെയ്തതാണ്, സിബിനും ജാൻമണിയും പൂജയും എല്ലാവരും കൂടെ ഒക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനുള്ള ഇതുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ കഷ്ടകാലം പിടിച്ച പവർ ടീമിനായിരുന്നു തോന്നുന്നു. ജാൻമണി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പലർക്കും ഇഷ്ടമല്ലാതെ വന്നിട്ടുള്ളതായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് വീക്ക് ഓക്കെ, അവർ കറക്റ്റായിട്ടാണ് നിന്നത്. പക്ഷേ ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജാൻമണി. അവരുടെ സ്വഭാവം കാണിക്കുന്നത് മറ്റുള്ളവരെ പോലെ ഫേക്കല്ല. പിന്നെ ജിൻഡോയുടെ കാര്യം പറഞ്ഞാലും കുറേയൊക്കെ കള്ള. ലാലേട്ടനോട് വരെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കും, ലാലേട്ട അത് ഇങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ഇച്ചിരി ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം തന്നെ. എന്ത്, ഈ ജിൻഡോനെ ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒരാളടിച്ചായിരുന്നെങ്കിൽ, ഇപ്പം ഈ റിയാസ് സലീം ജസ്റ്റ് ഇങ്ങനെ റോബിനൊന്ന് ഇങ്ങനെ മാറ്റിയപ്പോൾ തന്നെ പുള്ളിയെ പിടിച്ച് പുറത്താക്കി. ഇത് പുറത്താക്കുമെന്നല്ല ഞാനീ പറഞ്ഞത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ ആ തെറ്റങ്ങ് ഏറ്റെടുക്കണം. 23 വയസ്സുള്ള ഒരുത്തി 43-45 വയസ്സ് എന്തായാലും ജിൻഡോയ്ക്കുണ്ട്. 10 വയസ്സിന് മൂത്ത ഒരു വ്യക്തിയാണെന്നറിയാം. ആ ഒരു ബഹുമാനം എല്ലാവരും കൂടെ പൊട്ടൻ എന്നും പറഞ്ഞ് കളിയാക്കുവാണെങ്കിൽ ഇതുപോലാണോ ചെയ്യേണ്ടത്? അപ്പം എല്ലാവരും കൂടെ കളിയാക്കുമ്പോൾ ആ ആൾക്കൊരു വിലയില്ലെന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ ജിൻഡോ കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണ്. ഒരു എന്താ ജിൻഡോ ഗെയിം കളിക്കുമ്പോഴല്ല, അല്ലാത്ത രീതിയിലാണ്. എന്തായാലും ജാൻമണി കേസൊക്കെ ആയിട്ട് പോകുന്നു, എന്തോന്ന് ആർക്കറിയാം. നമ്മൾ ഇതൊരു വോയിസ് ക്ലിപ്പ് മാത്രമല്ലേ, ഇവർക്ക് വാഗുകൊണ്ട് പറയുന്നതും പ്രവൃത്തിയും വേറെ ഒക്കെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാണുന്ന സമയത്ത് റിയൽ ലൈഫിൽ എന്താണെന്ന് അവർ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. താങ്ക്